ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ ഗ്രീൻ പീസ് വടയുണ്ടാക്കാൻ പോവുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗായ്സ്. ഞാനിവിടെ ഗ്രീൻ പീസ് വടയുണ്ടാക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടി നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് മിക്സിക്കകത്ത് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് വരാമേ. ഇവിടെ ഞാൻ ഗ്രീൻ പീസ് നല്ലപോലെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വെള്ളം ഒഴിക്കാതാണ് ഞാൻ അരിച്ചത്. ഇത് ഞാൻ തലേദിവസം രാത്രി കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. ഇനി ഇവിടെ ഞാൻ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 കരിയാപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രീൻ പീസും ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാമേ. ഇവിടെ ഞാൻ ഗ്രീൻ പീസും ഉള്ളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വരാമേ. ഇവിടെ ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കൈ മുക്കിയിട്ട് ഇനി ഗ്രീൻ പീസ് മിക്സ് ഇതെല്ലാം കൂടി ഞാൻ ബോൾ പിടിച്ച് വെക്കുവാണ്. ഞാനിത് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയ്ക്കകത്തോട്ട് ഇടുവാണ്. ഞാനെല്ലാം വടയും അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് എല്ലാം വെന്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വടയും കൂടി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ്. ഞാനിവിടെ എല്ലാം കൂടി തിരിച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിക്കേണ്ടത്, ഫ്രൈ ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിം ആയാൽ വെളി മാത്രമേ ഇത് വേഗത്തുള്ളൂ, അകം വേഗത്തില്ല. നമ്മുടെ ഗ്രീൻ പീസ് വട റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇനി കോരുവാണ്. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് വട റെഡി. നമുക്കിത് ചായയുടെ കൂടെ ഒന്ന് കഴിക്കാമേ. നോക്കൂ, സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണേൽ അതിനകത്ത് മസാലയൊക്കെ ആഡ് ചെയ്യാമേ. ഞാൻ അതിനകത്ത് മസാല ആഡ് ചെയ്തിട്ടില്ല. അടിപൊളി ആണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.